സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പയ്യോളി മുതൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന നന്ദി ബസാർ വരെയുള്ള വീഡിയോ അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വടകര മുതൽ പയ്യോളി വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് കണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പയ്യോളി അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടത്. മഴയായത് കാരണം വർക്ക് അല്പം ലാഗാണ്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂരാട് പാലം കഴിഞ്ഞ് ഈ ഭാഗത്തോട് പയ്യോളി വരെ ഭാഗങ്ങളിൽ ഏകദേശം നല്ല കുറച്ചും കൂടി സ്പീഡിലാണ് ഇവർ വാഗാട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിപ്പള്ളി മുതൽ വടകര വരെ വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ വാഗാട് വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. പല ഭാഗങ്ങളിലും മണ്ണിടിച്ചലും ഭീഷണിയായിട്ടുണ്ട്. ഈ മഴ കാരണം മണ്ണിടിച്ചലും ഇവർ പല ഭാഗത്തും സോയിൽ നെയിലിംഗ് നടത്തിയതൊക്കെ മണ്ണിടിഞ്ഞ് വീണ അവസ്ഥയാണ് നമ്മൾ മുക്കാളി ഭാഗത്തൊക്കെ കണ്ടതാണ്. പയ്യോളി അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ട. ഈ വെള്ളമൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് കൂടി പോയിട്ട് ഇപ്പോൾ വാഹനങ്ങൾക്കൊക്കെ പോകാൻ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പയ്യോളി അണ്ടർ പാസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതിന് ഡ്രെയിനേജിന് വേണ്ടി സൊല്യൂഷനൊന്നും ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല. നമ്മളിതാ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന കേട്ടോ. ഇപ്പോൾ വർക്ക് ഈ ഭാഗത്തായിട്ട് സ്റ്റാർട്ടൊന്നും ആയിട്ടില്ല, ഇപ്പോൾ സ്റ്റോപ്പായിരിക്കുകയാണ്. മഴ കാരണം പല ഭാഗത്തും എല്ലാ ഭാഗത്തായിട്ടും ഏത് റീച്ചിലായാലും ഇപ്പോൾ വർക്ക് അല്പം സ്ലോ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമ്മുടെ വാഗാട് മെല്ലെയാണ് കേട്ടോ. മെല്ലെ പോക്കെന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് നമ്മുടെ വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വടകര ഭാഗത്ത് മാത്രമാണ് ഇത്രയും സ്ലോ ആയിട്ട് വർക്ക് കണ്ടത്. കാസർഗോഡ്, കണ്ണൂർ റീച്ചിലൊക്കെ നല്ല രീതിയിൽ വർക്കിപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല പുരോഗതിയാണ് ആ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. ഏകദേശം 70% പല ഭാഗങ്ങളിലും വർക്ക് ഫിനിഷായ കാഴ്ചയൊക്കെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പയ്യോളി ടൗൺ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനിയും മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതത്തിന് പോകുന്നത്. ഇപ്പോൾ ഈ വാഗാട് പല ഭാഗത്തും ഇപ്പോൾ വർക്ക് കഴിഞ്ഞ ഭാഗമൊന്നും അധികം വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ അധികം വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവർ റോഡ് വർക്ക് നടത്തുന്നതും. റോഡ് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇവർ കഴിയുന്നത്ര രീതിയിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്കറിയില്ല, വാഗാട് പല സ്ഥലത്തും ഇവർ എന്തെന്നില്ലാത്ത വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലായാലും കുറച്ച് ഭാഗങ്ങൾക്ക് ഇവർക്ക് തുറന്നു കൊടുത്തുകൂടെ. നമ്മളങ്ങനെ പയ്യോളി കഴിഞ്ഞ് പെരുമാൾപുരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുമാൾപുരം എത്തുന്നതിന് തൊട്ടു മുമ്പിലായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പെട്രോൾ പമ്പ് മൊത്തത്തിൽ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ പെട്രോൾ പമ്പിൽ. എന്താ അവസ്ഥയല്ല. ഇവർക്ക് ഇത് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ ശരിയായിക്കൂടെ. ഡ്രെയിനേജിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ വാഗാട് പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ പെരുമാൾപുരം പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ വീടുകളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഈ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ കടയിലേക്ക് പോകേണ്ട വഴിയില്ല, മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ തിക്കോടി ഭാഗത്താണ്. തിക്കോടി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പെരുമാൾപുരം ഭാഗത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇടതുവശത്തായിട്ട് മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കേട്ടോ. ഈ അണ്ടർ പാസേജിൽ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. അണ്ടർ പാസേജ് തുറന്നു കൊടുത്തിട്ടില്ല, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെരുമാൾപുരം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇനിയും നടക്കേണ്ടത്. ഇവിടെ വർക്കൊന്നും സ്റ്റാർട്ടായതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. രണ്ട് ഭാഗങ്ങളായിട്ട് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് കാണാം. ഈ പെരുമാൾപുരം ഭാഗത്തെ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റോഡ് വർക്കൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞതായി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. എന്നിരുന്നാലും വാഹന ഗതാഗതത്തിനായിട്ട് ഈ റോഡ് തുറന്നു കൊടുത്തില്ല കേട്ടോ. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവർക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗം കുറച്ചും കൂടി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് സുഖമായിട്ട് കടന്നു പോകാമായിരുന്നു. സർവീസ് റോഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം വാഹനങ്ങൾക്ക് പോകാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അറിയാം ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നമ്മളങ്ങനെ തിക്കോടി ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആഴ്ചകൾക്ക് മുമ്പ് മഴ കാരണം നല്ല വെള്ളക്കെട്ട് അനുഭവപ്പെട്ട സ്ഥലമാണ്. ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് വടകര ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തോട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വടകര ഭാഗത്തോട്ട് ഈ ഭാഗത്തായിട്ട് വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ തിക്കോടി അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർ പാസേജിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ഡ്രൈനേജിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കടകളും വീടുകളിലൊക്കെ വെള്ളം കയറിക്കിടന്നത് കാരണം ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമര പരിപാടികളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം ഒക്കെ പമ്പ് വെച്ച് അടിച്ചിട്ട് ഇവിടുന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ശക്തമായ മഴ പെയ്താൽ ഇപ്പോൾ മെയിൻ റോഡിലുള്ള വെള്ളം സർവീസ് റോഡിൽ കൂടി പോയിട്ട് ഈ ഭാഗത്തേക്ക് ആയിട്ട് വലിയ ഡ്രൈനേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ആയിട്ട് തോടുകൾ പോയിക്കൊണ്ടായിരുന്നു മുമ്പ്. അതിനു വേണ്ട ഡ്രൈനേജിൻ്റെ സംവിധാനം ഇവർ ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഡ്രൈനേജ് ഒരുക്കിയില്ലെങ്കിൽ ഭാവിയിൽ മഴ പെയ്യുന്ന സമയത്ത് നല്ല പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഗൂഡ്സ് ഓട്ടോ അപകടത്തിൽപ്പെട്ട കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ഭാഗത്തും മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് വർക്ക് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വാഹനം ഓടിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പലതരം അപകടങ്ങൾക്കും കാരണമാകും. ഇവിടെ മുതൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ടാകുന്ന നന്ദി ബസാർ വരെ റോഡ് വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഇപ്പോൾ 3 വരി കൂടി വാഹനങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന നന്ദി ബസാറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അണ്ടർ പാസേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ.
അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.